അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മതമൈത്രിയുടെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം പകർന്ന നമ്മുടെ ചങ്ങനാശ്ശേരി പുത്തൂർ പള്ളി ചന്ദനക്കുടം ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശാലുക്കുട്ടൻ്റെ വാപ്പി ഉമ്മി ചങ്ങനാശ്ശേരിയിലെ അവരുടെ വീട്, കട, പിന്നെ ചന്ദനക്കുടം ഘോഷയാത്ര എല്ലാം കൂടി ഒന്ന് കോർത്തിണക്കിക്കൊണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇത് ഒരല്പം ദൈർഘ്യം കൂടുതലുള്ള വീഡിയോ ആണ്. ചങ്ങനാശ്ശേരി ചന്ദനക്കുടമൊക്കെ പോയി കണ്ടിട്ടില്ലാത്തവർ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാൻ വയ്യാത്തവർ ഈ വീഡിയോ ഒന്ന് കണ്ടോളുക. അത് ബോറടിക്കുന്നവർ സ്കിപ്പ് ചെയ്ത് കണ്ടോളുക. അപ്പോൾ എന്തായാലും ഞാനിത് അറിയാത്തവർക്കും കാണാത്തവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഒപ്പം നമ്മുടെ ശാലുക്കുട്ടൻ്റെ വാപ്പിയും ഉമ്മിയും ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഈ ചങ്ങനാശ്ശേരി ചന്ദനക്കുടം എന്ന് പറഞ്ഞത് വളരെ പ്രസിദ്ധമായ ഒരു ആഘോഷം തന്നെയാണ്. തിരുവിതാംകൂർ ഭരണകാലം മുതൽ നിലനിന്നിരുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഈ ചന്ദനക്കുടം ഘോഷയാത്ര കാണാൻ സമീപ നാടുകളിൽ നിന്ന് ഞങ്ങളെപ്പോലെയൊക്കെയുള്ളവർ അടുത്ത ദേശത്തു നിന്നും ഏതെല്ലാം ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് ആളുകൾ ഇത് കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. ചന്ദനം നിറച്ച കുടം ഘോഷയാത്ര വാദ്യമേളങ്ങളുടെയൊക്കെ ഗജവീരന്മാരുടെയൊക്കെ അകമ്പടിയോടുകൂടി പുത്തൂർ പള്ളിയിൽ നിന്നും പഴയ പള്ളിയിലേക്ക് പുറപ്പെടുന്ന ആ ഘോഷയാത്രയും പള്ളിയും അതിൻ്റെ സീനുകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കാതെ ഇത് കാണാൻ താല്പര്യമുള്ളവർ കാണുക, അല്ലാതുള്ളവർ സ്കിപ്പ് ചെയ്തോളുക. നിങ്ങൾ സിയായും സനുവിനെയും ഇങ്ങോട്ട് നോക്കിക്കേ. ചങ്ങനാശ്ശേരി ചന്ദനക്കുടം കാണിക്കാൻ കൊണ്ടുപോകും. അവരുടെ വാപ്പി മക്കളുടെ അവിടുത്തെ ചങ്ങനാശ്ശേരി ചന്ദനക്കുടം കാണിക്കാനായിട്ട് കൊണ്ടുപോയെല്ലാം പറഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണേ. അവരുടെ കടയുടെ ഫ്രണ്ടിൽ നിന്നാൽ ഇങ്ങോട്ട് നോക്കണം പിന്നെ ചക്കരമുത്തേ, കടയുടെ ഫ്രണ്ടിൽ നിന്നാൽ നമുക്ക് ഘോഷയാത്രയും അതുപോലെ തന്നെ വാദ്യമേളങ്ങളും എല്ലാം കടയുടെ ഫ്രണ്ടിൽ നിന്നാൽ കാണാം. ഞങ്ങൾ പണ്ട് കാലം മുതലേ ഇത് കാണാനായിട്ട് പോകും. ചിലർ ചോദിക്കും ഇത് ഷിർക്കല്ലേ, ഇത് ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളതാണോ? ഒക്കെ ശരിയാണ്. പക്ഷേ ഇതൊരു നാടിൻ്റെ അല്ലെങ്കിൽ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ആചാരവും ആഘോഷവുമാണ്. ശാലുക്കുട്ടനെയും കൊണ്ട് ഞങ്ങൾ പോവുക. പപ്പ വണ്ടി ഓടിക്കുക. മക്കൾ രണ്ടുപേരും എൻ്റെ ഇടയ്ക്ക് ഇരിക്കുന്ന മേള. ഇങ്ങോട്ട് നോക്ക് ചക്കരെ സിയ കളിക്കുമോ ഇതിനകത്ത് ദിനോസറിനെയൊക്കെ എടുത്ത് വെച്ചിട്ട്. സുലൂനും റുക്കോനും ഇന്ന് വേറൊരു വഴിക്ക് പോകണം. അവർ കരുനാപ്പള്ളിക്ക് പോയിട്ടുണ്ട്. അവർ രാത്രിയിൽ ചങ്ങനാശ്ശേരിക്ക് വരും. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചിഞ്ഞ് തിരിച്ച് വരാനാ. അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് ശിവഗിരി പദയാത്രയാണ് ഇത് കേട്ടോ. അതിന്റെ വിവിധ ദൃശ്യങ്ങൾ കണ്ടോളൂ. അത് അതൊക്കെ കണ്ടോ. ഇവിടെ വന്നിരി, അവിടെ ഇരുന്നോണ്ട് കാണാമല്ലോ മോനെ. അവിടെ ഇങ്ങോട്ട് ഇത് പിന്നെ കളിക്കാടാ. അത് നോക്കടാ നോക്കടാ. ഇച്ചിരി വിളഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഇടയ്ക്ക് ഒരു വെള്ളയിട്ട് ഇറങ്ങിയിരിക്കുക. ഡൈനോസർ ഒന്നും അല്ല ഇതൊക്കെ മോനെ. കോലം. ഓ കാന്താരയാണോ? അങ്ങനെ പറയാന്ന്. സോംബി ആരും തൊടല്ലേ. എന്നാ തിരിച്ചു വരുമ്പോ ഞാനും പപ്പയുടെ ആക്റ്റീവായില്ലെങ്കിൽ വരായിരുന്നു. രാത്രിയില് രാത്രി ആയാലും നമുക്ക് കുഴപ്പമില്ലല്ലോ. സുനോണ്ടൊക്കെ വരാന്ന് പറഞ്ഞോട്. അല്ല, കാറിൽ വരാതെ ആക്റ്റീവായി വന്നാലേ. അപ്പൊ പിള്ള ആ കാറ് അങ്ങനെ വെച്ചോ. എല്ലാം ശിവപാർവതി കണ്ടോ. പകുതി ഹനുമാൻ. ഓ വണ്ടികൾ വരുന്നുണ്ട്. അതോപോലെ ഹനുമാനോ, ഒന്ന് ഹനുമാനാണ്. എല്ലാവരും ഉണ്ട്. ഗണേശനുണ്ട്, ഗണപതിയുണ്ട്. ഓ അവരങ്ങോട്ടങ്ങ് തിരിഞ്ഞ്. ഭദ്രകാളിയുണ്ട്. അതെല്ലാം ഭദ്രകാളിയുടെ രൂപങ്ങളാ മോനെ. ആ ഭദ്രകാളി.
നമ്മള് ചിറയൻകീഴ് ഒരു അമ്പലത്തിൽ ശാർക്കര പോയില്ലേ, തൂക്കം, ഗരുഡൻ തൂക്കം ഒക്കെ എന്തുവാ കണ്ടില്ലേ? അതൊന്ന് ഇതുപോലെ ദാരികനെ കൊല്ലുന്നേക്കല്ലേ. ഇത് കണ്ടോ, എന്ത് രസം കണ്ടില്ലേ? പരമശിവന്റെ രൂപമാ ആ വലിയ ഇതായിട്ട് പോകുന്നത്. അമ്മൻകുടം ഇതോട്ടറ അമ്മൻകുടം. ഓയ് വണ്ടികൾ ഇവിടെ പിന്നെ വണ്ടികൾക്ക് പോവണ്ടേ. ചുമ്മാതല്ല, അങ്ങ് മുതൽ മാന്നാറ് മുതൽ പോലീസിന്റെ കശ. പരമശിവനാ അങ്ങനെ പറഞ്ഞില്ലേ ഒരു വട്ടം. പരമശിവനാ അത് കണ്ടോ, അവരുടെ ദൈവമാണത്. നമ്മള് മറ്റാരുടെ ദൈവങ്ങളെ ഒന്നും പറയരുത് കേട്ടോ. അവർക്ക് അവരുടെ മതം, നമുക്ക് നമ്മുടെ മതം കേട്ടോ. അത് പാലാഴി കടഞ്ഞെടുക്കുന്നൊക്കെയാ. പാർവതി ഇത് മനസ്സിലാക്കിയ മഹാദേവൻ കാളീശ്വരനായി പ്രത്യക്ഷപ്പെടുന്നു. ഇതൊക്കെ അവരുടെ അതാണ്ട പരമശിവൻ. കാണാൻ ചെല്ലുന്നു അത്രേ ഉള്ളൂ. പൊക്കണം ഡൈനോസർ. അത് കാണാം. താലപ്പൊലി ഉണ്ടോ മോനെ? പൊലി അതാ ഞാൻ പറഞ്ഞത്. പൈസ ഇഷ്ടം പോലെ അവർ ഇതിന് ചെലവാക്കട്ടെ. ഉമ്മച്ചിയുടെ അമ്പിളി എന്ത് ചെയ്യും? അമ്മയുടെ പൊന്നായിരിക്കിളി മക്ക് വഞ്ഞേര ഒരേ ശ്രീകൃഷ്ണന്റെ പടമുള്ള നോക്ക്. ഒരു കൊച്ചിനെ കണ്ടോ? വേണ്ട, തലേ തുണിയിട്ടേക്കുന്ന വെയിൽ കൊള്ളാതിരിക്കാന്. ദേവലോകത്തുനിന്ന് വന്നത് കൊള്ളാല്ലേ. നമ്മളിന്ന് വന്നത് കൊണ്ട് കാണാൻ പറ്റി. ഇതൊക്കെ പദയാത്രയാ, ശിവഗിരിക്ക് പോകുന്നവരാ. പാട്ട് ആ താളത്തിനനുസരിച്ച് വേണ്ട ഓരോരുത്തർ തുള്ളിപ്പോന്ന കണ്ടോ. ശിവഗിരി പദയാത്രയും ഘോഷയാത്രയും ഒക്കെ കാരണം ഒരുപാട് താമസിച്ചാണ് ഞങ്ങൾ ചങ്ങനാശ്ശേരിയിലെത്തിയത്. പക്ഷേ ഇവിടുത്തെ സൂപ്പറാണ് കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് മഞ്ഞ കളറാണ്, ഒത്തിരി ചുമക്കത്തില്ല. ആണോ? പക്ഷെ നല്ല മധുരവാ മോളെ അതിന്. ഭയങ്കര മധുരവാ, ഭയങ്കര മാംസളവാ. ഇവിടുന്ന് അങ്ങോട്ടും റോഡാ, ഇവിടുന്ന് അങ്ങോട്ടും റോഡാ. രണ്ട് സൈഡിലും റോഡാണ്. ഉണ്ടോ? അങ്ങോട്ട് ഇറങ്ങിയാലും റോഡാണ്, ഉണ്ട്. ഇപ്പുറത്തും ഇതിലേ വരാം. ഇതിലേ പോയാലും മാർക്കറ്റിനകത്തോട്ട് ചെന്നിറങ്ങാം. ദാ ഇങ്ങനെ അങ്ങോട്ട് ഇപ്പുറത്തൂടെ പോയാലും മാർക്കറ്റിലോട്ടാണ് ചെന്നിറങ്ങുന്നത്. മാർക്കറ്റിൻ്റെ അകത്ത് തന്നെയാണ് ഈ വീട്. സിയാസനു വേറെ ഇട്ടു കൊടുത്ത് നമ്മുടെ ശാരിക്കുട്ടനെ വരുവാ അമ്മി വരുവാ. ഓ എനിക്ക് വയ്യ, ചങ്ങനാശ്ശേരി ചന്ദനക്കുടം കാണാൻ വന്നാട്ട്. വരുവാ
അതെ അതെ, ഉമ്മയില്ലാതെ അവൾക്ക് പറ്റത്തില്ല. ഓ, ആനയിച്ചോണ്ട് വരുന്ന ആരാന്ന് നോക്കൂ. നമ്മുടെ കേറിക്കേ വരുന്നടോ കൊച്ചേ. ഓ, ഇങ്ങോട്ട് കേറിക്കേ. വാതിലങ്ങ് അടച്ചോ മോനെ, കൊതു കയറുവടാ. നമ്മുടെ സനിക്കുട്ടൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് എല്ലാം റെഡിയാക്കിയിട്ടിരിക്കും. അത് ഇതുവരെ കഴിച്ചിട്ടില്ലാണ്ട്. അതെ, ചായ ഒന്നും വേണ്ട. ഓ, ഡ്രസ് ഇട്ട് തരാൻ എല്ലാം ഊരി എറിയോ? വേണ്ട. വാപ്പിയുടെ കടയിൽ നിന്ന് ജ്യൂസും ഒക്കെ കുടിച്ചിട്ടാണ് നമ്മൾ വന്നത്. ഇതാണ് ശാലുവിൻ്റെ ഉമ്മി. ആൻസർ മോൻ്റെ ഉമ്മി. ശാലുവിൻ്റെ ഉമ്മിയോത് കേട്ടോടി. ശാലുവിന്റെ ഹസ്ബൻഡിന്റെ ഉമ്മി. രണ്ടുപേരും വാപ്പിയുടെ കടയിൽ കയറി സ്ലൈമും എടുത്ത് ചോക്ലേറ്റും ഒക്കെ എടുത്തോണ്ട് വന്ന് ഇവിടെ പണി തുടങ്ങിയിരിക്കുക. അൻസർ മോനും ബാപ്പിയും ഉമ്മയും ഒരനുജന ശാലുവിൻ്റെ അൻസർ മോൻ്റെ വിവാഹത്തിനുള്ളതാണ്. ശാലുമോളെ കല്യാണം കഴിക്കാൻ വരുമ്പോൾ ഉള്ള രൂപമാണിത്. ഈ അനിയന് ഇതും പിന്നെ ദുബൈയിലായിരുന്നു, ഇപ്പം സൗദിയിലാണ്. സിയായും സനു, സിയ ആൻഡ് സനു. സിയയും സനുവും ഈ ചങ്ങനാശ്ശേരി ചന്ദനക്കുടം ഇതുവരെയും കണ്ടിട്ടില്ല. ഇവർ വരുന്ന സമയത്തൊന്നും ചന്ദനക്കുടത്തിൻ്റെ സമയമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഈ പ്രാവശ്യം എന്തായാലും വാപ്പയ്ക്ക് മക്കളെ ഒന്നും കൊണ്ട് നടന്ന് ചുറ്റി കാണിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അതാ ഇവരും ഇവിടെ കാണത്തില്ലോ, എപ്പോഴും കടയിലായിരിക്കും. രാത്രിയിൽ കടയടച്ചിട്ടേ ഇവരെ ഒന്നിച്ച് വരുത്തുള്ളൂ. ഷിയാപ്പൂവേ, എവിടെ പോവാ ഷിയാപ്പൂ? സിയാപ്പിയോ കൊതുക് തിന്നുന്നത്. ഇവിടെ നമ്മുടെ അവിടുത്തെ കൂട്ട് കൊതുകാണ് കേട്ടോ. നമ്മൾ പിന്നെ സന്ധ്യ ആകുമ്പം ഇവർ ഊഞ്ഞാലയിലൊക്കെ ഇരുന്ന് ആടുന്ന സമയത്ത് കൊതുക് കടിച്ചെങ്കിലേ ഉള്ളൂ കേട്ടോ. അകത്ത് വരെ കൊതുക. എവിടെ പോവാടാ സനിക്കുട്ടാ? സനിക്കുട്ടാ? സനിക്കുട്ടൻ എവിടെ പോവാടാ? എവിടെ പോന്ന്? ഓ, സെറ്റ് തിരിച്ചിട്ടതാ പറയുന്നത് കേട്ടോ. അപ്പൊ മോൻ അതെടുത്ത് തിരിച്ചിട്. അത് ശരി. കുഞ്ഞു വന്നപ്പം നേരെ തിരിഞ്ഞു പോയി. അപ്പുറത്തെ എടുത്ത് ഇപ്പുറത്തിട്ട്, ഇപ്പുറത്തെ എടുത്ത്. ഓക്കെ, പോകാം. ആ, ഇറങ്ങിക്കോ. ഇറങ്ങിക്കുട്ടി. എന്താടി പൊന്നെ? അങ്ങോട്ടാണ് സിയായ കൊതു കടിക്കും. സിയാക്ക് പേടി. ഈ വെളിയിലത്തെ ലൈറ്റ് ഇടുന്നില്ലയോ? ഇവിടുത്തെ ലൈറ്റ് ഇടത്തില്ലയോ? വാടാ സനുട്ടാ. സനുപ്പാ വാടാ. സനുപ്പാ
അമ്പലത്തിലാന്ന് തോന്നില്ലേ വെടിക്കെട്ട്. സിയാബി സനട്ടാ ഞങ്ങളിതാ ഇവിടുന്ന് നടന്ന് മാർക്കറ്റിലേക്ക് പോകണം. എവിടെ നമ്മൾ അമ്പലത്തിൻ്റെ അവിടോട്ടോ. അപ്പം നമ്മളിപ്പോൾ ഈ വഴിയെ പോകുന്നത് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പുഴവാത് കാവിൽ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ ഘോഷയാത്ര അവിടെ എത്തും. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് നമുക്ക് കാണാവുന്ന ജില്ലയാണ് ഞങ്ങൾ ഇതിലേ പോകുന്നത്. അപ്പുറത്തൂടെ ഞാൻ കാണിച്ച വഴിയിൽ കൂടി പോയാൽ വാപ്പിയുടെ കടയുടെ ഫ്രണ്ടിൽ ചെന്ന് കയറാം. സനു അങ്ങ് വലിയ ആളായി പോയി. പപ്പ എന്തി ഇവരുടെ കടയുടെ അവിടെ നിന്നാൽ നമുക്ക് ശരിക്കും കാണാം കേട്ടോ. അല്ല ഇപ്പം അപ്പുറത്താ പോകുന്നത്. പള്ളിയുടെ അവിടെ പോവാണ്. ചങ്ങനാശ്ശേരി ചന്ദനക്കട. അതെ, സ്ഫടിക സിനിമയിലെ കുറേ ഭാഗങ്ങൾ നമുക്ക് ഈ വണ്ടിപ്പേട്ടയിൽ വെച്ചിട്ടാണ്, ഇവിടെയൊക്കെ വെച്ചിട്ടാണ് ചെയ്തത്. എന്തോന്? അതെ, ഈ ഭാഗമൊക്കെ നമ്മുടെ സ്ഫടികം സിനിമയിലെ ഭാഗങ്ങളൊക്കെയാണ് കേട്ടതാ. കണ്ട ഇവിടെ എല്ലാം സ്ഫടികം സിനിമയിലെ പല ഭാഗങ്ങളും ചിത്രീകരിച്ചത് ഈ വണ്ടിപ്പേട്ട. ഇത് വണ്ടിപ്പേട്ടയാണ്. വണ്ടിപ്പേട്ടയുടെ പുറകിലാണ് ഇവരുടെ വീട്. അപ്പോൾ കടയുടെ ഫ്രണ്ടിലും വണ്ടിപ്പേട്ട ഭാഗത്തും ഒക്കെ ആയിരുന്നു സിനിമ ഷൂട്ടിങ്. അങ്ങോട്ട് പോവാണോ? കടയിലോട്ട് പോവാണോ? കടയുടെ എല്ലാ സൈഡിലും ഇങ്ങനെ ആൾക്കാർ നിൽക്കുകയാണ്. ഇതെല്ലാം ഇതാണ് ശാലിൻ്റെ വാപ്പിയുടെ കടയാണ്. അതാണ് വാപ്പി. കടയുടെ ഇവിടെ നിന്നാൽ നമുക്ക് ഇവിടെ നിന്നാൽ മതി, എല്ലാം കാണാം. കണ്ടോ? ഞങ്ങൾ
നേരത്തെയൊക്കെ ഇതുപോലെ വെളുപ്പോങ്കരം ആവുന്നവർ കടയിലിരുന്നാൽ എല്ലാ ആനയും ആറാട്ടും എഴുന്നള്ളത്തും എല്ലാം കാണാം കേട്ടോ. സനു എന്ത് ചെയ്യ? സനു കണ്ട, അതാണ് വാപ്പി. അതാണ്, ഇത് ഉമ്മിയാണ്. എന്താ ഏതാണ്ട് ഒരു ഉദ്ദേശം ഉണ്ടല്ലോ. എന്താ വേണം അവിടെ കള്ള? നിനക്കെന്താ വേണം? മാപ്പിയെ തോപ്പിടാൻ പോയതാ. കൊച്ചു പിള്ളേരെ എങ്ങനെ വഴക്കുണ്ടാക്കാം എന്നുള്ളതിൽ PhD എടുത്തിട്ട് പോവുക. അടുത്തത് ഇത് ഷിർക്കാണ്, അനിസ്ലാമികമാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ഒരു ദേശത്തിൻ്റെ സംസ്കാരമാണ്, അല്ലെ ഒരു ദേശത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെ ആഘോഷവും ആചാരവുമാണ്. അപ്പോൾ ഈ ഘോഷയാത്രയ്ക്ക് പിന്നെ KSEB സെക്ഷൻ ഓഫീസ്, നഗരസഭ, ഹെഡ് പോസ്റ്റ് ഓഫീസ്, അതുപോലെ തന്നെ ഫയർ സ്റ്റേഷന്, എക്സൈസ് ഓഫീസ്, റവന്യൂ ടവർ എന്നിവിടങ്ങളിലെല്ലാം സ്വീകരണം നൽകും. അതിനോടൊപ്പം തന്നെ തിരുവിതാംകൂർ ഭരണകാലം മുതൽ നിലനിന്നിരുന്ന ആചാരങ്ങളുടെ തുടർച്ചയായി റവന്യൂ ടവറിലെത്തുമ്പോൾ താലൂക്ക് ഓഫീസ് ജീവനക്കാർ പള്ളി അധികൃതർക്ക് പണക്കിഴിയും കൈമാറും. രാത്രി വൈകി നേർച്ചപ്പാറയിൽ നിന്നും പുറപ്പെട്ട് ചന്ദനക്കുടം ഘോഷയാത്ര വിവിധ സ്വീകരണങ്ങൾക്ക് ശേഷം പുത്തൂർ പള്ളിയിൽ തിരിച്ചെത്തും. ഇത് കാണാനായിട്ട് ഒരുപാട് ജനങ്ങൾ പല പല നാടുകളിൽ നിന്ന് വരും. പണ്ട് കാലം മുതലേ ഞങ്ങളും ചന്ദനക്കുടം ഘോഷയാത്ര കാണാനായിട്ട് ഞങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് വരുമായിരുന്നു. ഇപ്പോഴും അത് തുടരുന്നു. വേറെ ഒരു പുറയിലുമുണ്ട്. പാപ്പയെ വിളിക്കുന്നത് സെലീനേന്ന് പാപ്പയെ വിളിക്കുന്നത്. അങ്ങനെ നമ്മുടെ ചങ്ങനാശ്ശേരി ചന്ദനക്കുടത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കഴിഞ്ഞത്. ഇതിവിടെ നിന്നുള്ള സംഭവമായില്ലേ? അങ്ങനെ ഇവിടെ വേറെ ആൾക്കാരുണ്ടോ? ആണോ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അവിടെ പോയിരുന്നു, പോലീസ് സ്റ്റേഷൻ്റെ അവിടെ പോയിരുന്നു കണ്ടതാ. പിള്ളേരെ എങ്ങനെ വഴക്കുണ്ടാക്കിക്കാം, മേടിപ്പിക്കാം എന്നുള്ള നിലയ്ക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. പിള്ളേരെ വഴക്കുണ്ടാക്കാൻ PhD എടുത്തിട്ട് ഇറങ്ങിയിരിക്കുക.
കണ്ട ഇവിടെ സിയായും സനുക്കുട്ടനും മേടിച്ച് കണ്ട സിയാടെ സനുവിന്റെ അവർക്കൂടെ രണ്ടെണ്ണം മേടിക്കാൻ നീ എന്താ അയ്യോ കുഞ്ഞപ്പനും ആച്ചിയും കുഞ്ഞപ്പൻ വേണ്ട 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 കുപ്പികളും കാറിലിരിപ്പുണ്ട് കാറിലാണ്. അപ്പൊ അതാ ഇവിടെ നിന്നുള്ള സംഭവം ഇതിപ്പോ അങ്ങ് പള്ളിയിലോട്ട് ചെന്ന് കയറും അല്ലേ? ഇത് നേരെ ഇവിടെ നിന്ന് അങ്ങ് പള്ളിയിലോട്ട് ചെന്ന് കയറും കേട്ടോ. നമുക്കിവിടെ വേണ്ട ഇതിവിടെ നിന്നാലെല്ലാം കാണാം. കടയുടെ തോട്ടുണ്ട്, അതാണ് ബാപ്പു. ഇതാണ് അൻസർ മോൻ്റെ വാപ്പ. എല്ലാം കണ്ടോ, അടിപൊളിയായിട്ടാണ് എന്താ ക്രിസ്മസിൻ്റെ ഇതൊരുക്കിയിട്ടിരിക്കുന്നത് കേട്ടോ. എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെ കണ്ട. പോയിക്കോ ഏട്ടാ, ഞങ്ങൾ ഇപ്പുറത്തൂടെയുള്ള വഴി വരെ കടയുടെ ഫ്രണ്ടിൽ കൂടെ ഉള്ള വഴിയാണ് ശാലിൻ്റെ വീട്ടിലോട്ട് പോകാനുള്ള. നമുക്ക് 2 വഴിയും നടന്നു വരും. ഞങ്ങൾ വേണ്ട ചന്ദനക്കുടത്തിൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വാപ്പിയുടെ കടയിലോട്ട് പെട്ടെന്ന് ഇറങ്ങിപ്പോകാൻ പറ്റുന്ന അങ്ങനെ ചെന്നാലും റോഡിലോട്ട് നേരെ അവിടോട്ട് ചെല്ലാം. എന്താ പറയുക, നമ്മുടെ മാർക്കറ്റിൻ്റെ അകത്ത് കടയുടെ ഫ്രണ്ടിൽ ചെല്ലാം. അപ്പോൾ അതേണ്ട ഇപ്പുറത്തൂടെ നമ്മൾ അങ്ങോട്ട് പോയത്, അവിടെ നല്ല രസമുണ്ട്. വേണ്ട ഇത് രസമുണ്ടല്ലേ, ശാലിക്കുട്ടൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ആ വീടാണേ. വാ, അതിൻ്റെ മുകളിൽ ഇതിന് മുകളിൽ ഇങ്ങനെ ഒരു കൊട്ട പോലെ ഒരു കൊട്ടയത് ഒരു കൊട്ട, പ്ലാസ്റ്റിക്കിന്റെ നമ്മൾ പാത്രം കഴുകി വെക്കുന്ന കൂടെ ഇല്ല, കൊട്ടയ്ക്കകത്തൂടെ ലൈറ്റ് ഇങ്ങനെ താഴേക്ക് ഇട്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കാണാനുണ്ട്. മാന് ആ സ്റ്റാറിന്റെ തൊട്ടടുത്തൊരു മാനും, അത് ഈ ലൈറ്റ് എല്ലാം കൂടെ വന്നപ്പോൾ ഒരു രസമുണ്ടല്ലേ. കുറേ മെനക്കെട്ടതായത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൊട്ടയാടെ, നമ്മുടെ പാത്രം കഴുകി വെക്കുന്ന കൊട്ടയില്ലേ, ഇതാ നോക്കി പ്ലാസ്റ്റിക് കൊട്ടയുണ്ടല്ലേ, അതിൻ്റെ അകത്തൂടാണ് ആ മരത്തെ കൂടി ഇങ്ങനെ ഞാത്തിയിട്ടിരിക്കുന്നത്. എന്ത് രസമുണ്ട് കാണാൻ. മാരുതി 800ഉം ഓട്ടോയും എല്ലാം കയറി വരും. അതെ, സ്കൂട്ടറും ഒക്കെ കയറി വരും. സ്കൂട്ടറും ചെറിയ കാറും ഒക്കെ കയറി വരും. ഈ വലിയ കാറും വണ്ടികളും ലോറി വരും. അതുപോലെ വീതിയുണ്ട്. അപ്പോൾ അപ്പുറത്തൂടാണ് അവർ കടയിലോട്ടൊക്കെ എളുപ്പം പോകാൻ. ഇത് വണ്ടിപ്പേട്ട, ഈ റോഡെന്ന് പറയുമ്പോൾ നമ്മൾ മാർക്കറ്റിനകത്തേക്ക് തന്നെയാണ് വണ്ടിപ്പേട്ട. നമ്മുടെ മോഹൻലാലിൻ്റെ ആ സ്ഫടികം സിനിമയുടെ ഷൂട്ടിംഗ് നടന്ന സ്ഥലമാണിത്. ഇവിടുന്ന് ഇപ്പം അപ്പുറത്തോട്ട് തിരിഞ്ഞാൽ ക്രിസ്മസും ചന്ദനക്കുടവും കാവിൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവവും എല്ലാം കൂടി ഒരു നാടിൻ്റെ മതമൈത്രിയുടെ മതസൗഹാർദ്ദത്തിൻ്റെ ആഘോഷമായി തീരുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയല്ലേ? പെൻഗ്വിനാണത്, പക്ഷെ അത് വെളിച്ചം കൊണ്ട് അങ്ങോട്ട് ക്ലിയർ അല്ല. ഇതെല്ലാം രസമുണ്ടല്ലേ, അത് പുൽക്കൂട് ഒരുക്കിയിരിക്കുകയാണേ. കണ്ടേ, നല്ല രസമുണ്ട്. അതൊരു നമ്മുടെ തെർമോക്കോളിൻ്റെ ഒരു പീസാണ്, ചന്ദ്രക്കല പോലെ വെട്ടിയെടുത്ത് വെച്ചിരിക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്, അത് നല്ല രസമുണ്ട്. അത് ഞങ്ങൾ അങ്ങോട്ട് പോയപ്പം മിനിയാന്ന് ഒരു പുൽക്കൂട് ഇവിടെ ഒരുക്കുമായിരുന്നു. അപ്പുറത്തും പുൽക്കൂട് ഒരുക്കി വെച്ചിട്ടുണ്ട്. മൂത്ത 2 ആമക്കളെ നഴ്സുമാരാ, ഇളയ മോള് ലെക്ചറർ, കോളേജ് ലെക്ചറർ. ഇവിടെയുണ്ട് പുൽക്കൂടും, നല്ല രസമുണ്ട്. എല്ലാം പുറത്താണ്. ഉമ്മയ്ക്കൊരു കാര്യം അറിയോ, ഈ വാർത്തയിലൊക്കെ അടുത്തും മക്കളൊന്നും ആരും പോയിട്ടില്ല, അമ്മയച്ഛനും മാത്രമേ ഉള്ളൂ. എല്ലാവരും പുറത്താണ്. ഈ ഒരു ഏരിയ ഫുള്ളും അമ്മയും അച്ഛന്മാരും മാത്രമേ ഉള്ളൂ വീട്ടിൽ. ഈ വീട്ടില് അതിൽ 2 പേര് സ്കോട്ട്ലൻഡിൽ, ഒരു മോള് മാത്രമുണ്ട് നാട്ടിൽ. ആ മോളെ വേറെ കോട്ടയത്താണ് കെട്ടിച്ചേക്കുന്നത്. 4 പേര് നഴ്സുമാരാ, മക്കളും മരുമക്കളും എല്ലാവരും വിദേശങ്ങളിൽ, സ്കോട്ട്ലൻഡിലും എല്ലാമാണ്. ആ വീട്ടിൽ 2 ചേച്ചിമാരുണ്ട്, 2 പേര് നഴ്സ്, 2 പേര് എല്ലാവരും US. ഇവിടുത്തെ ചേച്ചി സൗദിയില. ഇവിടുത്തെ ഈ വീട്ടിലെ ഇതാണല്ലേ ഇസമ്മാൻറ്റി. ഇസമ്മാൻറ്റി, ടെസ്സിയാൻറ്റി. ഞങ്ങൾ വേണ്ട വീഡിയോ പിടുത്തമൊക്കെ കഴിഞ്ഞ് വന്ന്
നമ്മുടെ ശാലിക്കുട്ടൻ്റെ വീടിൻ്റെ രാത്രിയിലത്തെ ദൃശ്യം വീട് ഇല്ല മേളത്തെ ലൈറ്റ് ഇട്ടില്ല അല്ലേ. റംബുട്ടാൻ അതെ, സപ്പോട്ടയുണ്ട്, റംബുട്ടാനുണ്ട്, വലിയ ഫലവൃക്ഷങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ മുള്ളാത്തയുണ്ട്, പിന്നെ എന്തെന്നാ നമ്മുടെ സീതപ്പഴമുണ്ട്. അപ്പം ഇക്ക കടയൊക്കെ അടച്ചിട്ട് പെട്ടെന്ന് വന്നു. നമ്മളെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചിട്ട് പള്ളിയിലേക്ക് പോവുകയാണ്. പള്ളിയിൽ നല്ല രസമാണ്. പിന്നെ കുഞ്ഞുങ്ങളെ ഒന്ന് എല്ലാ റൈഡുകളിലൊക്കെ കയറ്റണമല്ലോ. ഇത് കണ്ടോ, ഈ ഇടിയപ്പം കണ്ടോ, 80 രൂപ ഉള്ളു 10 എണ്ണം. ഇവരുടെ കടയിൽ വരുന്നതാണേ. നല്ല സ്പോഞ്ച് പോലത്തെ ഇടിയപ്പം. ഇതൊന്ന് നമ്മൾ ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയാൽ മതി, വെറുതെ ഒന്ന് ആവി കയറ്റിയാൽ മതി കേട്ടോ. അടിപൊളി. അത് നോക്കിയേ, എന്ത് ശാലിക്കൂട്ടാ മറ്റേതിന് എടുത്ത് ഫ്രിഡ്ജ് വെച്ചോ, ഇപ്പൊ ബാക്കി എടുത്തത്. നല്ല ഇതാകണ്ടോ, ഞങ്ങൾ കഴിച്ചതിൻ്റെ ബാലൻസ് ആണ്. പക്ഷേ തന്നെ നല്ല പഞ്ഞി പോലെ, പഞ്ഞി 10 എണ്ണം കാണും. 80 രൂപയാണ്. ഇത് എന്തേ ഇതിൻ്റെ കമ്പനി ഒന്ന് നോക്കട്ടെ, മെഹനാസ് കേട്ടോ. അടിപൊളി ഇടിയപ്പം. ഞാൻ വിചാരിച്ചു ഇവിടെ മതിനി ഉണ്ടാക്കിയതായിരിക്കും കേട്ടോ. നമ്മുടെ ഇവരുടെ കടയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. സൂപ്പർ. വേണ്ട, മതിനി ഇതുപോലെ നല്ല പഞ്ഞി പോലത്തെ ഇടിയപ്പം ഉണ്ടാക്കും. പക്ഷേ ഞാൻ ഈ ചിക്കൻ കറി ഒഴിച്ചിട്ട് ഇടിയപ്പം കഴിച്ച സമയത്ത് സത്യമായിട്ട് ഞാൻ വിചാരിച്ച് നമ്മുടെ വീട്ടിൽ അതേപോലെ നല്ല പഞ്ഞി പോലെ കറി ഒഴിച്ചിട്ട് ഇടിയപ്പം കുഴച്ചങ്ങോട്ട് കഴിച്ചിട്ട് എൻ്റെ നാവിൽ നിന്ന് അലിഞ്ഞിറങ്ങിപ്പോയി കേട്ടോ. അത്രയ്ക്ക് സൂപ്പറാണ്, അടിപൊളിയായിരുന്നു. ഏത് പള്ളിയിൽ? ചന്ദനക്കുട നടക്കുന്ന പള്ളി പോന്നല്ലേ? അവിടെ വാപ്പപ്പ കയറട്ട്, അവിടെ പാപ്പ കയറട്ട്. അവർക്ക് നീ വാപ്പച്ചിയുടെ കൂടെ കയറുന്നുള്ളോ? അപ്പം ആ സീറ്റിലോട്ട്, ആ ഡ്രൈവിംഗ് സീറ്റിലോട്ട് കയറിയിരുന്നു വാപ്പച്ചിയുടെ കൂടെ. ഇവിടെ വരുമ്പോൾ സനു അങ്ങ് വലിയ ആളാ. സനു നീ വലിയ ആളാതാണ്. ഇവിടെ വരുമ്പോൾ നീ വലിയ ആളാ അല്ലയോ സനു? വരുമ്പോൾ വലിയ ആളാ, ഉപ്പുപ്പായ അല്ലയോ? രാത്രി 11 മണി കഴിഞ്ഞിട്ട് ഞാൻ കയറിയപ്പോ മോളെ ഓരോരുത്തർ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു മോളെ, അതുകൊണ്ടാ. അല്ലാതെ ഞാൻ പോയല്ല. നമുക്ക് ഈ വണ്ടിയെ പോവാണ്, തിരിച്ചു വന്നിട്ട് എടുത്തോണ്ട് പോവാത്. ാണ് പോകുന്നെങ്കിൽ പപ്പ ആയിരിക്കത്തില്ലല്ലോ ഓടിക്കുന്നത്. അപ്പൊ പിന്നെ അവിടെ ഇരിക്കും. യാത്രയില്ല. പതുക്കെ ഇങ്ങനെ നടക്കുകയാണ്. പാപ്പിച്ചി മോനും അപ്പായി മോളും ശാലുവും ഉമ്മിയും. അപ്പോൾ ദാ നമ്മൾ പള്ളി അങ്കണത്തിലെത്തിയിട്ടുണ്ട്. പള്ളിയുടെ പുറകുവശത്തൊരു വഴിയുണ്ട്, അതിലേ കൂടെ ഞങ്ങളിങ്ങനെ പോവുകയാണ്. തിരക്കോട് തിരക്കാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് വഴിവാണിഭക്കടകളും. പൊയ്ക്കോ, ഞാൻ കൂടെ ഉണ്ട്. ചുവന്നുള്ളിയും കരിപ്പട്ടിയും അല്ലെങ്കിൽ ചുവന്നുള്ളിയും പനങ്കൽക്കണ്ടവുമായിട്ട് ഒരു കല്ലിൽ വെച്ച് ഇടിച്ച് ചതച്ചതിന് ശേഷം ഒരു പാത്രത്തിൽ ചെരുപ്പ് കട, പഴയപള്ളി ടൗൺ മസ്ജിദ്. എന്താ തസ്ബികള്, തൊപ്പികള്. ചങ്ങനാശ്ശേരി ചന്ദനക്കുടം.
മുഴുവൻ കടകളാണ് കേട്ടോ. കൂടെ പോക്കോ. ബജ്ജിക്കടകളാണ് ഈ ഒരു സൈഡ് കംപ്ലീറ്റ് കേട്ടോ. ഫുട്ബോളിനെ സ്നേഹിക്കുന്നവർക്ക് ഈ സ്റ്റേഡിയം ഒരു അനുഗ്രഹമാണ്. ഓൾ ഇന്ത്യ കേരളത്തിലെ വടക്കേ അതിർത്തി തെക്കേ ഭാഗങ്ങളിലുള്ള പ്രമുഖ ജീവിത പങ്കെടുത്തിട്ടുള്ള ഓൺലൈൻ ഏപ്രിൽ മാസം 5-ാം തീയതി മുതൽ ആരംഭിക്കുന്നു ഈ സംഘർഷമത്സരം എല്ലാ കായിക പ്രേമികളെയും നിങ്ങൾ അറിയിക്കുകയാണ്. ഏപ്രിൽ മാസം 5-ാം ഇതാണ് ചന്ദനക്കുടം നടക്കുന്ന പള്ളി. എൻ്റെ ഉമ്മയുടെ ആങ്ങള ചിങ്ങവനം, കോട്ടയം ചിങ്ങവനത്തായിരുന്നു താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടിക്കാലം സ്കൂൾ അടപ്പിന്, അതായത് ക്രിസ്മസിൻ്റെ അവധി, ഓണം വെക്കേഷൻ, അതുപോലെ നമ്മുടെ മാർച്ച് മാസത്തെ അവധി, ആ സമയത്തെല്ലാം മാമ വരും, എന്നെ അങ്ങ് കൊണ്ടുപോകും. അപ്പോൾ എൻ്റെ കുട്ടിക്കാലം മുഴുവനും കോട്ടയം ചങ്ങനാശ്ശേരി ഭാഗത്തുള്ള എല്ലാ ഉത്സവങ്ങളിലും എല്ലാ ആഘോഷങ്ങളിലും മാമ ഞങ്ങളെ കൊണ്ടുപോകും, പങ്കെടുപ്പിക്കും. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഇതൊക്കെ നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. ലേലം വിളിയാണേ, ലേലം. കാഫി വന്നിട്ടുണ്ട്. നമ്മുടെ ചങ്ങനാശ്ശേരി എന്ന പേരിൻ്റെ പിറവിക്ക് പിന്നിൽ നൂറ്റാണ്ടുകളായി പ്രചരിച്ചു പോരുന്ന ഒട്ടേറെ ചരിത്രങ്ങളും ഐതിഹ്യ കഥകളും ഒക്കെ ഉണ്ട് കേട്ടോ. ശംഖുനാഥശ്ശേരി എന്നാണ് പണ്ട് പറഞ്ഞിരുന്നത്. അതായത് തെക്കങ്കൂർ രാജവംശത്തിലെ പുഴവാത് നീരാഴി കൊട്ടാരത്തിൽ നിന്നും രാജഭരണം നടത്തിയിരുന്ന മഹാരാജാവ് തൻ്റെ രാജ്യത്തിലെ പ്രധാന 3 മതസ്ഥരെ, അതായത് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, ഇവരെ എല്ലാവരെയും കൂടി ഒരുമിച്ച് നിർത്താൻ വേണ്ടി 3 ദേവാലയങ്ങൾ പണി കഴിപ്പിച്ചു. അതിലൊന്ന് കാവിൽ ഭഗവതി ക്ഷേത്രം, മെത്രാപ്പോലിത്തൻ പള്ളി, പഴയ പള്ളി, ജുമാ മസ്ജിദ് എന്നിവയാണ് ആ ദേവാലയങ്ങൾ. ക്ഷേത്രത്തിലെ ശംഖുധ്വനിയും പള്ളിയിലെ മണിനാഥവും മസ്ജിദിലെ ബാങ്കുവിളിയും കേട്ടുണരാൻ എന്ന പോലെ തന്നെ ഈ 3 ദേവാലയങ്ങളും നീരാഴി കൊട്ടാരത്തിന് സമീപത്തായിട്ടാണ് പണി കഴിപ്പിച്ചത്. അങ്ങനെ ഈ 3 ധ്വനികൾ ഉയരുന്ന ഈ നഗരം ശംഖുനാഥശ്ശേരിയായി അറിയപ്പെട്ടു. അത് കാലാന്തരത്തിലാണ് ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞു തുടങ്ങിയത് കേട്ടോ. അപ്പം സംഗനാട്ടുശ്ശേരി ബുദ്ധമതസ്ഥരായിരുന്നു അന്ന്. ഒരുപാട് ബുദ്ധമതക്കാരുടെ അന്നത്തെ പ്രധാന സങ്കേതങ്ങളിലൊന്നായിരുന്നു നമ്മുടെ ഈ വാഴപ്പള്ളി ബുദ്ധക്ഷേത്രമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്.
ഞങ്ങളുടെ ഇവിടെ ഹരിപ്പാട്ട് അമ്പലത്തെ ഒരു ഉത്സവത്തിനാണ് ഇതുപോലെ വേണം കേട്ടോ. മൂന്നാമത്തെ നിലവിലെ മുൻപശ്രീക്കുള്ള അവകാശം 1500 രൂപ. ലേലം വിളിയാണ് അവിടെ. 1500 രൂപ. 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 വാഴച്ചങ്ങളുടെ ഘോഷയാത്രയുടെ മൂന്നാമത്തെ ഗജവേദിയിലെ മുൻപശ്രീക്കുള്ള അവകാശം 1500 രൂപ. 1500 രൂപ. 1500 രൂപ. 1500 രൂപ. കൈയുടെ കാലം രോഗങ്ങൾക്ക് ഞാൻ ഈ ഭാഗത്തൂടെ ഇതുപോലെ വിതരണമായിട്ട് ഫ്രണ്ടിൽ വന്ന് ബാക്ക് ഭാഗത്തൂടെ നമ്മൾ വന്നത്. അപ്പം ഞങ്ങളിത് ആ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ആൾക്കാരിതാ ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്താ വീണോ? കാല് കഴിക്കും. കാപ്പി പോയി സന്തോഷമായിട്ട് മക്കളെ കളിക്കാട്ട് നിൽക്കുന്നുണ്ട്. പാവങ്ങൾ ഇവിടെ നിലറി വിളിക്കുന്നത്. ഇങ്ങോട്ട് നോക്കിക്കേ എൻ്റെ പൊന്ന് വരാനിട്ട് ഉമ്മിക്ക് വിഷമമായിരുന്നു. അവരെ അതിൻ്റെ അകത്ത് കയറ്റാൻ പോവാ. അപ്പോൾ ഉമ്മി പറഞ്ഞു എൻ്റെ മോനും കൂടെ വന്നെങ്കിൽ എല്ലാം കഴിച്ചോ എൻ്റെ പൊന്ന്. സുലിക്കുട്ടാ റുക്കു ഈ ഇതിലോട്ട് ഇറങ്ങുന്നില്ലെന്ന് പറഞ്ഞു കുഞ്ഞിനെ കൊണ്ട് അവൾ വണ്ടിക്കകത്തിരിക്കുകയാണ്. ഒത്തിരി നടക്കണ്ടേ ഇത്രയും. ഞങ്ങൾ നേരത്തെ ഇനി പോയിരുന്നില്ല. ഇവർ കരുനാഗപ്പള്ളി വരെ പോയേക്കുമായിരുന്നു. വേണ്ട അയ്യോ അവരത് സ്റ്റാർട്ട് ചെയ്തു. ഇതിൽ കയറാൻ നിൽക്കുക. കേറ് തന്നെ കേറ് കേറ്. അവര് മുഴുവനും പോട്ടെ. പൊയ്ക്കോ പൊയ്ക്കോ ആച്ചപ്പന്നെ. രണ്ടുപേരുടെ വീതമുള്ള സീറ്റാ. ഒന്നിച്ചിരിക്കേ. ആ 3 പേർക്ക് ഇരിക്കാൻ പറ്റുമോ? ആ ഇരിക്കാം. ആ ഇരുന്ന്. മുറുക്കി പിടിച്ചോ കേട്ടോ. വേണ്ട കുഴപ്പമൊന്നുമില്ല. ഒരുപാട് സ്പീഡിൽ പോത്തില്ലല്ലോ. ചക്കര പോയിട്ട് വരൂ. മുറുക്കി പിടിച്ചോ അതില്.
കർത്താവേ എൻ്റെ കുഞ്ഞുമക്കളെ കാത്തോണേ. ഇവിടെ കുഞ്ഞുമക്കൾക്ക് കളിക്കാനുള്ള എങ്ങനെ ഉണ്ടായിരുന്നോടോ? കൊള്ളായിരുന്നോ സനൂട്ടാ? സൂപ്പറാ മമ്മ. അച്ചി ഓ അതിലേ ഇറങ്ങാനും ചെലി കുഞ്ഞു പോയി. വെള്ള പോടാ പോടാ. വേണ്ട വേണ്ട. ഡ്രസ്സെല്ലാം തന്നെ നമുക്കിപ്പോ പോണ്ടതാ. ഹലോ രാത്രി ഏതാണ്ട് 1 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ 10 ദിവസത്തെ ഉത്സവം, മണ്ണാറശാല ആയില്യം, അതുപോലെ തന്നെ ചെട്ടുകുളങ്ങര അമ്പലത്തിലെ കുംഭഭരണി, എടത്തുവാപ്പള്ളി പെരുന്നാള്, നമ്മുടെ ആലപ്പുഴ മുല്ലക്കൽ ചിറപ്പ്, ചങ്ങനാശ്ശേരി ചന്ദനക്കുടം, ഇതൊക്കെ നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർത്ത് ഈ വർഷത്തെ ചന്ദനക്കുട മഹോത്സവം സമാപിച്ചിരിക്കുന്നു. അയ്യോ പാപ്പി മക്കള് തുറക്കുന്നു. ഉറക്കം വരുന്നുണ്ട്. 1 മണി കഴിഞ്ഞില്ലേ? ആച്ചിയും കൂടെ കയറി നിന്നോ. ആച്ചി മാറിയിരിക്കും. എല്ലാരും മതിനി ഇങ്ങോട്ട് നോക്ക്. ചങ്ങനാശ്ശേരിക്കാരുടെ ഒരു എന്താ പറയുന്നത്, അവരുടെ വികാരമാണ് ചങ്ങനാശ്ശേരി ചന്ദനക്കുടം കേട്ടോ. അപ്പോൾ ചങ്ങനാശ്ശേരിയിൽ വാപ്പി, അതായത് അൻസർമോൻ്റെ വാപ്പിക്ക് മക്കളെ ഇതിലേക്ക് ഒന്നും കൊണ്ട് എടുക്കണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് നമ്മൾ എത്ര ഇരുട്ടിയാലും തിരിച്ചു പോകാം എന്നുള്ള കണക്കുകൂട്ടലിലാണ് വന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. വാപ്പിക്കും സന്തോഷമായി, നമുക്കും സന്തോഷമായി. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. രാത്രി 2 മണിയോളമായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തിരിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.